250 ആണ്, സ്റ്റിക്കർ 220. ഇദ്ദേഹത്തിന്റെ പേര് ഷംസീർ എന്നാണ്. മലയാളി തന്നെയാണ്. താമസിക്കുന്ന കൂർഗിലാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു അവിടെ 2 വിഭാഗങ്ങളുണ്ട്. അവിടെ ഉറുദു സംസാരിക്കുന്ന വിഭാഗമുണ്ട്, മലയാളം സംസാരിക്കുന്ന വിഭാഗമുണ്ട്. അതിൽ മലയാളം സംസാരിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടാണ് നമ്മുടെ ഷംസീർ ഭായ്. ഇദ്ദേഹത്തിന്റെ ഷോപ്പ് വരുന്നത് നമ്മുടെ കുടീരമുണ്ട്, അതായത് മക്ബര എന്നാണ് പറയുന്നത്. ടിപ്പുസുൽത്താനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഖബർന്ന് നമുക്ക് മലയാളത്തിലൊക്കെ പറയാം. പക്ഷെ രാജാക്കന്മാര് ഇങ്ങനെ ഇതിലേക്ക് വരുമ്പോ പേരുകൾ ചേഞ്ച് ആവും. മനസ്സിലായോ? ഖബർ എന്നുള്ളതിന്റെ പേര് ഇവിടെ ഒരു രാജകീയമായിട്ടുള്ള പേരിലേക്ക് മാറുന്നതാണ് ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന പേര്. അപ്പൊ വരുന്നവര് ഈ ഗുംബാസിന്റെ നേരെ എതിർവശത്ത് തന്നെയാണ് ഈ ബായുടെ ഷോപ്പ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് നമ്മുടെ നാട്ടിലെ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര റേറ്റ് കുറവാണ് ഇവിടെ എല്ലാ സാധനത്തിനും. ടൗണിലേക്ക് കിട്ടണം, മൈസൂർ ടൗണിൽ കിട്ടുന്നതിലൊക്കെ റേറ്റ് കുറവാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ. അപ്പൊ നിങ്ങൾ ആവശ്യമുള്ള സാധനം ഇവിടെ നോക്കിയെടുക്കാം. പിന്നെ അത് മാത്രമല്ല, ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണെങ്കിൽ പോലും അതിൽ നിന്നും എന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റോടെ പോയി ചെയ്തു തരും. നിങ്ങളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിലൂടെ ചെറിയൊരു സഹായം കൂടെ ചെയ്തു തരുന്നതാണ്. എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുധീഷ് മംഗലശ്ശേരി എന്നാണ് ചാനലിന്റെ പേര്. കൂർഗില് എവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളുള്ളത്? കൂർഗില് മെയിൻ അതല്ല, മടിക്കേരി പോയാൽ മതി. നിങ്ങൾക്ക് മൊത്തം അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലേ? ഒരു കറക്റ്റ് നിങ്ങൾ പോകുന്ന രീതിയിൽ നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് ഒരു 3 ദിവസമാണെങ്കിൽ ആ മടിക്കേരി ഒരു സെറ്റപ്പ് ആക്കി ഇതെടുക്കാൻ പറ്റും. അതൊരു പ്ലേസ്. പക്ഷെ നോർമൽ ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു ഇതിലാണെങ്കിൽ പെട്ടെന്നൊക്കെ ഇതാവും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല സ്റ്റേ ചെയ്യണം അല്ലേ? അവിടെ ശരിക്കും ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ഇപ്പൊ നല്ല രസം. മഞ്ഞാണല്ലേ? ഫുള്ള് മിസ്റ്റാണ്. ഓ അത് ശരി. ഇപ്പാണ് ആക്ച്വലി പോകേണ്ട സമയം ഇതാണ്. ഓക്കെ, നമുക്ക് നമുക്ക് മൈസൂരിൽ നിന്നാണ് പോകേണ്ടത്. എങ്ങനെ പോകണ്ടേ? മൈസൂരിൽ നിന്നാണെങ്കിൽ മൈസൂര്, ഹുണസൂര്, പിന്നെ പിരിയാപട്ടണം, കുശാൽനഗർ, മടിക്കേരി. ഡയറക്റ്റ് ബസ് ഉണ്ടോ? ഡയറക്റ്റ് ബസ് ഉണ്ടോ മൈസൂരിൽ? മൈസൂരിന്ന് മംഗലാപുരം പോകില്ലേ, ആ ബസ്സിന് പോയാൽ മടിക്കേരി സ്റ്റോപ്പ് തരും. മടിക്കേരി ഒക്കെ മെയിൻ ഒരു സിറ്റി. മടിക്കേരി അല്ലേ? മടിക്കേരി എന്ന് പറയുന്നത് ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് മടിക്കേരി ഇറങ്ങിയിട്ട് പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് റൂം എടുക്കണം ചോദിച്ചാലും മതി. മാപ്പ് മാന്തൽപ്പട്ടി എന്ന് പറയുന്ന പ്ലേസ്, അബേ ഫോൾസ് ഉണ്ട്, രാജാ സീറ്റ് ഉണ്ട്, മടിക്കേരി ഫോർട്ട് ഉണ്ട്. അങ്ങനെ കുറെ പ്ലേസുകൾ ഉണ്ട് അവിടെ. നടന്നു പോകാനുള്ള അകലത്തിലാണ് എല്ലാം തൊട്ട് അടുത്ത് കുറച്ച് എന്ന് വെച്ചാൽ ഒരു 8-9 കിലോമീറ്റേഴ്സിന്റെ ഒരു ഡിഫറൻസ് അതിനുള്ളിലാണല്ലോ. അപ്പൊ അതിനുള്ളിൽ ബസ് ഉണ്ടാവും യാത്ര ചെയ്യാനായിട്ടല്ലേ? ശരി. നമുക്ക് കേരളത്തിൽ നിന്ന് വരുവാണെങ്കിൽ അതെങ്ങനെ? കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് അതന്നെ കണ്ണൂര് മാക്കുട്ട വഴി, കണ്ണൂര് അതന്നെ തലശ്ശേരി ആ വഴിയാണല്ലേ? വിരാജ്പേട്ട മെയിൻ എൻട്രൻസ് വിരാജ്പേട്ട അല്ലേ? ഇങ്ങോട്ട് വരുന്ന സമയത്ത് വിരാജ്പേട്ട എൻട്രൻസ് അപ്പുറത്തുനിന്ന് വരും. അത് അടുത്ത വഴി ആണല്ലേ? കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് അല്ലേ? കേരളത്തിൽ നിന്ന് വരുന്നത്. ഓക്കെ. ഇല്ല, ഇങ്ങോട്ട് നിന്ന് വരുന്നവർക്ക് ഇപ്പൊ തമിഴ്നാടൊക്കെ ഇതാണ് എളുപ്പം. ഈ റൂട്ടാണ് എളുപ്പം അല്ലേ? പിന്നെ ഹാസനൊക്കെ വരുന്നവർക്ക് മംഗലാപുരം റൂട്ടാണല്ലേ? ശരി. ശരിക്കും അങ്ങനെ തലശ്ശേരി മാഗി ആ റോഡ് തന്നെ കറക്റ്റ് ബസ് വരുന്ന ആ റൂട്ടാണല്ലേ? ശരി. എന്തായാലും വളരെ സന്തോഷം. കാരണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പൊ ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ വായി എന്തായാലും ഇതൊക്കെ പറഞ്ഞു തന്നത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും. ഇപ്പൊ പോകാനായിട്ടൊരു പ്ലാനിങ് ഉണ്ട്. വായുടെ സംസാരം കേട്ട് ഞങ്ങൾക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇതുവരെ പോയിട്ടില്ലാത്തൊരു പ്ലേസ് ആണ്. അപ്പൊ എന്തായാലും പറഞ്ഞു തന്നതിൽ സന്തോഷം കേട്ടോ. തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാം. ഓക്കെ.